കുടിക്കാനുള്ള വെള്ളി അവിടെ നിന്ന് കൊണ്ടുവരും കേട്ടോ. അപ്പം എന്നാൽ നമ്മൾ രാത്രിയിൽ തന്നെ നമ്മുടെ കലാപരിപാടികളിലെ പകലല്ല രാത്രിയിൽ. അപ്പോൾ അതാ രാവിലെ 5:45 രാവിലെ 5:45 പണിക്ക് പോകണം കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ നീച്ച് കഴിഞ്ഞാൽ നമ്മളാകെ ഉറങ്ങുക രാവിലെയാണ്. അപ്പോൾ ആ സമയത്ത് കൂട്ടാനൊക്കെ വയ്ക്കാനും മടി, സത്യം പറയുക. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ നമുക്ക് പുളി ഇട്ടോ, പുളിയല്ല വയ്ക്കുന്നത്, മീൻകറി മത്തിക്കൂട്ടാൻ. അപ്പം അതിന് എന്താ കണ്ടോ, രാത്രിയിലാണ് കുട്ടികൾക്ക് കളി. ഇവിടെ ഒരു ഫാൻ വയ്ക്കാൻ പറ്റുമോ? അടുപ്പിൻ്റെ കണ്ണിയിലാണല്ലോ ഫാൻ വയ്ക്കുക. ഫാൻ വയ്ക്കുക അറിയാം. അതൊക്കെ ഇപ്പോഴൊന്നും കളിക്കാനുള്ള സമയമല്ല, ഇപ്പോഴേ പറ്റില്ല. വെയിലത്തൊന്നും ചെയ്യാൻ പറ്റില്ല രാത്രി. ഇപ്പം സമയം ഒരു 8:45 ഇപ്പോൾ ഞങ്ങളുടെ ചോറിനലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് സദ്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ സദ്യ കഴിച്ചു, രാവിലെയും കഴിച്ചു, ഉച്ചയ്ക്കും കഴിച്ചു, വൈകുന്നേരം കഴിച്ചു അല്ലേ. നമ്മളിവിടെ മഞ്ഞപ്പൊടി, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ എന്തെങ്കിലും വെച്ചുണ്ടാക്കുന്ന നല്ലത്. വലിയ കുഴപ്പമൊന്നുമില്ല. ചൂടൊക്കെ നല്ല രീതിയിലുണ്ട്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ അവിടെ പരിപാടിക്ക് പോയതും കൊണ്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവിടെ നിന്ന് കൊണ്ടുവന്നേ. പിന്നെ ഇപ്പോൾ നാളെ രാവിലെ ഇപ്പോൾ ഇതാണ് കേട്ടോ ചെയ്യുന്നത്, നേരത്തെ കൂട്ടാനാവില്ല. അപ്പോൾ ഞാൻ രാത്രി എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വെക്കുന്നത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും, എന്നിട്ട് രാവിലെ കൊടുക്കും. പിന്നെയും നമ്മൾ അങ്ങനെ കേട്ടോ ചെയ്യാറ്. ഒന്ന് എന്തായാലും നാളെ രാവിലെ ഞങ്ങളെല്ലാവരും ഉറക്കത്ത് പെട്ടു പോവുള്ളേ. അപ്പോൾ ചോറും കൂടിയും തലേദിവസം ചോറ് ഉണ്ടരിയുടെ ചോറല്ലേ, അപ്പോൾ അത് രാത്രി ഈ സമയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ രാവിലെ ആകുമ്പോഴേക്കും കൊണ്ടുപോകണതിന് കുഴപ്പമില്ലല്ലോ. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി വേണോ? അമ്മ ഉണ്ടാക്കുന്ന പോലെ മതിയോ? അമ്മ ഉണ്ടാക്കുന്ന ഇഷ്ടം. ഇത് വേണ്ടേ? തക്കാളി ഒന്നും വേണ്ടേ? ഇപ്പോൾ പച്ചമുളക് ഇഞ്ചിയും പാടെ അവനിഷ്ടപ്പെട്ടത് അങ്ങനല്ല, ആ രീതിക്ക് ഉണ്ടായിക്കോ. മുറിച്ചല്ലേ വേണമെങ്കിൽ അതിട്ടോ, മുറിച്ചിട്ട് എന്തിനാ കളയുന്നു. ഇവിടെ ഓരോ 2 പച്ചമുളക് കൂടാ കേട്ടോ. അതേപോലെ തന്നെ വെച്ച് തരാം. ഇവർക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഒരു കറി വയ്ക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ്. ഒരു കഷ്ണം ഇഞ്ചി, സുകന്യല്ലേ മീനേരേക്കത് സുകന്യ കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്തൊരു വീട്ടിൽ കുറേ ആയി, അവിടെ ഒരു അമ്മ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ സുന്ദരിയത്തിനെ. അപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി. പിന്നെ അവർ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും എന്നെ കാണൽ നടക്കില്ല കേട്ടാ, അതെന്താണെന്നറിയില്ല. ഇഞ്ചി ഇട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ടു, പുളി ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായി തിളക്കും. മീൻ വാങ്ങിയിട്ട് കിളിമീൻ വാങ്ങിയിരുന്നു. കിളിമീൻ വാങ്ങിയിട്ട് കിളിമീൻ്റെ കിളിമീൻ വറുത്ത്, പക്ഷേ അതന്നെ 3 ദിവസം ഇരുന്നിരുന്നു മീൻ വറുത്തത്. ഇവിടെ മീൻ കിച്ചൂട്ടനൊക്കെ എന്താ വേറെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. ഇപ്പോൾ ഇരിക്കുന്ന അമ്മുട്ടിയില്ലാണ്ടേ എന്താ, കാരണം കുട്ടി എപ്പോഴും ഉണ്ടാവണതല്ലേ, കുട്ടിയില്ലാണ്ട് എന്തോ പോലെ തോന്നുക. വീട് ഉറങ്ങിയ പോലെ ഉണ്ട് എൻ്റെ കുട്ടിയില്ലാണ്ട്. എന്താ വർത്താനം പറഞ്ഞു, പക്ഷെ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കൂട്ടോ. ഭയങ്കര സന്തോഷവും കളിയും ചിരിയൊക്കെ ഇരുന്നതാണ് അവള്. അങ്ങനെ ഒരുപാടല്ല, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് അവളുടെ ഒരു കൂട്ടുകാരിയും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് പോയപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായി. അത് നമുക്കും അങ്ങനെ തന്നെയല്ലേ, പെട്ടെന്ന് നമ്മുടെ ഒരു ലേട്ടാ ഇനി ഒന്ന് ശരിയായി വരണം. അപ്പം അതാണ് ഞാൻ അനിയൻ്റെ മോൻ്റെ കൂടെ നല്ല കൂട്ടല്ലേ, അപ്പോൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചേ. പക്ഷേ കുട്ടി വീട്ടിലുണ്ടായിട്ട് കുട്ടികളില്ലാണ്ടേ നമ്മളെന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ വെച്ചാൽ വേഗം ചെയ്യും, എന്തിനും കൂടെ നിൽക്കൂട്ടോ. ഇന്നത്തെ കാലത്തുള്ള നമ്മുടെ മക്കളെ നമ്മൾ പൊന്തിക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷേ ഇന്നത്തെ കാലത്തുള്ള മക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ
എന്താ നമ്മുടെ രണ്ട് മക്കളോ, രണ്ടല്ല കിച്ചൂട്ടനാണ് പറഞ്ഞു വെച്ചാലും ഒരു വാശിയില്ലാത്തൊരു മക്കളാണ്. അവരെന്തിലും നമ്മൾക്കൊരു വിട്ടുവീഴ്ച ചെയ്ത് തരില്ല ഏട്ടാ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവർ അറിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ തൊയിരം കെടുത്തിയൊന്നും ചെയ്യില്ല. ഏട്ടയ്ക്ക് എപ്പോഴെങ്കിലും ഉള്ളൂ. ഞാനും അമ്മയാണ് വെച്ചാൽ എപ്പോഴും സണ്ട ഓടും. പക്ഷേ എനിക്ക് അമ്മൂനെ കാണാതിരിക്കുമ്പോൾ ഒരു ഇടങ്ങാറാണ്. ഇതിലിട്ടിൽ ചെമ്മിൻ്റെ അടപ്പന്നെ എടുക്കട്ടെ. സുവിന് പൊന്നൂനോട് തേങ്ങ ഞാൻ നേരത്തെ ചിരവി വെച്ചു മീൻ നേരേക്കുന്ന സമയത്ത്. പിന്നെ നമ്മളില്ലേ ഇതിൽ എണ്ണയാണ് കേട്ടോ. മുളകും മല്ലി വറുത്തെടുക്കുക. ഉലുവ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ. അമ്മോ പുറത്തന്നെ സുഖം എൻ്റെ അപ്പോ അല്ലേ. പുറത്താവുമ്പോൾ ഒരു കുഴപ്പമില്ല. ഈ സമയത്ത് തന്നെ നല്ലത്. മത്തല്ലേ, മത്തനുണ്ട് ഇരിക്കണം. ഞാൻ മത്തനും വെള്ളപ്പയറും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പയ്ക്കപ്പം മീൻ കൊണ്ടുവന്ന് പൊട്ടി വരുമ്പോൾ അതാ മുളകും മല്ലി ഇട്ടോ. നമ്മൾ വറുത്ത് പൊടിച്ച മുളകും മല്ലിയാണ്. അതുകൊണ്ട് ഇതിന് നല്ലൊരു പ്രത്യേക ഒരു മണം ഉണ്ടാവും. ഇനി ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോൾ ഇത് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ, ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് തരാമെന്ന്. അപ്പം കുറേ കൂട്ടുകാരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ബസ്സിൽ വീട്ടിൽ പോയ അടുത്തമ്മമാരില്ലേന്ന്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ 2 ദിവസമൊക്കെ അവർ നിന്ന് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഓരോരുത്തരുടെ വീട് കുറേ ദൂരമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പോലെ പെട്ടെന്ന് വരാനൊന്നും പറ്റില്ല. 1.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് വരേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം നിന്നിട്ടേ വരുള്ളൂ. നമ്മൾ പോകുമ്പോൾ 4 ദിവസം 5 ദിവസം നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരില്ലേ. അപ്പോൾ വിഷുവിനാണ് വന്നു വെച്ചാലൊക്കെ പോകുമ്പോൾ അപ്പോഴും അവർക്ക് അവരുടെ വീട്ടിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവരുടെ ചേച്ചി വരലും അല്ലെങ്കിൽ അച്ഛനമ്മയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ പോലെ തന്നെ ഇല്ലേ. അപ്പോൾ നമുക്ക് ആരും നിർബന്ധിച്ച് പിടിച്ച് നിർത്തുകയൊന്നും ചെയ്യില്ല. അവർക്ക് അവരുടെ ഇഷ്ടം പോലെ അവർക്ക് പോവാ വരാ അല്ലേ. അങ്ങനെ ഇപ്പം ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. പെങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല ഇവിടെ, ഞങ്ങൾ വീട്ടിൽ പോവും. പിന്നെ കുട്ടികൾ വലുതായി കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ ഒന്ന് ഭയങ്കര ഞാൻ എൻ്റെ അച്ഛൻ മരണപ്പെട്ട് ഞാൻ വീട്ടിൽ പോവാതെയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ 2 പേരും ഫംഗ്ഷന് ഒപ്പം നിൽക്കൽ. മറ്റേത് അവർ വരുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞ് നമ്മൾ പോവും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അതാണ് നമ്മൾ പറയുക, നമുക്കൊരു ചേച്ചി അനിയത്തിയൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് പോവാനും വരാനും ഇല്ലേട്ടാ. അവർ നമ്മൾ വരുന്ന സമയത്ത് അവർ വരും. മറ്റേത് പറഞ്ഞാൽ അവർ ഇപ്പം നമ്മളെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. കളർ കണ്ടു ഒന്ന് മാറി വന്നു. ഇനി ഇത് നമ്മൾ ഒന്ന് ചെറുതായി ചൂടാറിയിട്ട് മിക്സിയിൽ നന്നായി അരച്ചെടുക്കും കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും പാടെ, അത് വേറെ അരയ്ക്കുക, തേങ്ങയും ചെറിയ ഉള്ളിയും പാടെ അരയ്ക്കും. ഒരു ഹായ് പറയേ. എൻ്റെ കുഞ്ഞുണ്ണി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസത്തെ എങ്ങനെ ഇടവേളയ്ക്ക് ശേഷം എന്നിട്ട് പൊന്ന വാട പൊന്ന അങ്ങോട്ട് വാ. 6 ദിവസമായാലും എൻ്റെ കുട്ടി 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നില്ലേ. കൊച്ചിട്ടിയിൽ പോയിരുന്നുണ്ടോ? ഇതാ മരുന്ന് വെച്ചൊന്ന്. ഇതാ എൻ്റെ കുഞ്ഞുണ്ണി വന്നു. എത്ര ദിവസം കഴിഞ്ഞിട്ട്, എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അപ്പോഴൊന്നും പറ്റില്ല. കുറേ നേരം അമ്മ ഞാൻ വന്നൂട്ടോ. ഇന്നിപ്പോൾ കാണുള്ളൂ. ഞാൻ അമ്മ വന്നപ്പോഴേ കണ്ടുവെന്ന്. അമ്മ വന്നപ്പോഴേ കണ്ടു. എന്നിട്ട് എപ്പോഴാണ് അവൻ വന്നിട്ട് പറയണമെന്ന് പറയാം, അമ്മാന് ഞാൻ വന്നൂട്ടോന്ന്. ഇനിയിപ്പോൾ അമ്മായി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത്രയല്ലേ പൊന്നാ. അപ്പോൾ അതാ നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ടേ. കുഞ്ഞുണ്ണി പോവല്ലേ? ഞാൻ കുഞ്ഞുണ്ണിയാണെന്ന്.
പറയാം ആരാന്നറിയോ ഞാൻ കുഞ്ഞുണ്ണിയാണ്. അമ്മ പെണ്ണേ പറഞ്ഞു. ആ ഇപ്പം മിണ്ടിയത് അങ്ങ് പറയാന്നറിയാം. പെണ്ണേ പെണ്ണേ ഞാൻ പെണ്ണാണ്. ഇന്നാണ് കുട്ടി അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ വിചാരം എന്താ, ഇന്നാണ് അവൻ പറയുന്നത് കുട്ടി ചെക്കനാന്ന്. കുഞ്ഞുണ്ണി പറയാ ചെക്കനാന്ന്. എന്നിട്ട് പറയണേ എന്താ ഇപ്പോൾ കണ്ണേട്ടൻ്റെ അവർക്കും ചെക്കൻ കുട്ടികൾ, അവർക്കും ചെക്കൻ കുട്ടികൾ ഇത്രേട്ടാ 5 ചെക്കന്മാർ പറയാ. ഇപ്പൊ വലിയച്ഛനും വലിയമ്മയ്ക്കും കിച്ചുട്ടല്ലേ ചോദിച്ചു. അത് പോരടാ, ഒന്ന് പോരെ പുലി അല്ലേ. ഉപ്പ് കേട്ടോ, പൊടിയുപ്പ്. ഇത് ഇവിടെ കുട്ടികൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണം. ഇപ്പം എന്താ നാരങ്ങ വെള്ളത്തിൽ ഉപ്പിടുക കനലില്ലേ അടുപ്പ്. ഇനി അപ്പം നമുക്ക് നാളെ ഒരു ഉപ്പേരി ചോറും മാത്രം വെച്ചാൽ മതി അല്ലേ സൂര്യ? അത് മതി. ഞങ്ങൾ പിന്നെ അത് മതി. മോരും മതി. മീൻ വറുത്തിട്ട് ചെക്കന് വേണ്ടേ? അതും വെക്കില്ല. അത് നിങ്ങൾ കിച്ചുപ്പം 2-3 ദിവസമായിട്ടില്ലേ രാത്രി കഴിക്കണേ ഇല്ല കേട്ടോ, ഭക്ഷണം കഴിക്കണേ ഇല്ല. അവന് ഭക്ഷണം വേണ്ട പറഞ്ഞിട്ടാ എന്താ ഒന്നിങ്ങനെ തടി കൂടിയ പോലെ അവന് തോന്നുക അത്രേ. അപ്പം അവനൊരു സമാധാനക്കേട്. ചെക്കൻ ഉടയുന്നുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു രാത്രിയിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ അവനത് മനസ്സിലായിരിക്കുന്നു. എന്താ ജിമ്മിൽ ഈ വർക്കൗട്ടിന് പോകുമ്പോൾ സാറും പറയുന്നുണ്ടാവേ കുട്ടികൾ വല്ലാണ്ട് ഇത് വേണ്ടാന്നുള്ളത്. ഇത് നല്ലൊന്ന് തിളച്ച് വേവട്ടെ. മത്തി തോനെ കൊടുക്കണ്ട, വെറുതെ പറയുക. 3 കൊടുത്താൽ മതി. ചോറ്റത്രത്തിൽ നിറയെ മീൻ ഉണ്ടാക്കി കൊടുക്കുക, ചെറിയ പൊതിയിൽ ചോറായി കൊടുക്കുക. മീൻപുളി ഇല്ലേ, മീൻപുളി തിന്നിട്ടത് തന്നെ അതാ ചെയ്യണ്ട. പിന്നെ വാങ്ങിക്കൊണ്ടില്ലല്ലോ. അങ്ങനെ പതികപ്പ് വാങ്ങണമെന്നില്ല കേട്ടോ. അതാ മീന് പതികം മീൻ വാങ്ങണത് പരിപാടി നിർത്തിയിരിക്കണു. ഏട്ടൻ പിന്നെ മീൻ വാങ്ങണേ ഇല്ല. മത്തിയൊക്കെ നല്ലതാ കഴിക്കാൻ, പക്ഷെ പറഞ്ഞില്ല കിട്ടണ്ട നല്ലത്. ഇന്ന് സുന്ദരി അടുത്തവിടെ പോയപ്പോ പറയുന്ന കേട്ടില്ലേ, മീനേ വാങ്ങണില്ല പോന്ന്. മീൻ വാങ്ങിയ വയറിന് കേടുപിടിക്കുക അത്ര. മീൻ വാങ്ങിയ മത്തി മാത്രം അത്ര ഇപ്പൊ തിന്നാൻ പാടുള്ളൂ. ബാക്കി ഒരു മീൻ ഇതിലില്ലേ നമ്മൾ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട്. മീനിൽ എന്താ കുരുമുളക് പൊടി, തുള്ളി പെരിഞ്ജീരകം ഒക്കെ ഇട്ടിട്ട് കേട്ടോ, മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടതാ. ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വറുത്തങ്ങോട്ട് വെച്ചാൽ 10 വേണോടി? പകുതി പോരെ? പകുതി വേണ്ട, കൊണ്ടവാളത് പോരെ? നാളെ വറുത്താൽ മതിയല്ലോ ബാക്കിയുള്ളത് അല്ലേ? താങ്ക് യു. ഇപ്പൊ ഈ കുട്ടിയില്ലേ ആ പാത്രം ഉള്ളതൊന്ന് കഴുകിച്ച പോന്ന എന്നല്ലേ നാളെ എൻ്റെ പൊന്ന. എന്ത് ആരാ കട്ടി? എടി കുട്ടിക്കില്ലേ മരുന്ന് കൊടുക്ക്. അയ്യേ ഏട്ടാ അങ്ങനെ അതാ മീൻ വെന്തു. നമ്മളില്ലേ അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്താ അവിടെ പോയിട്ട് സുകന്യ അവിടെ ഈ ചെക്കല്ലേ കുഞ്ഞുണ്ണീനെ വെറുതെ ദ്രോഹിക്കണേ, വെറുതെ ദ്രോഹിക്കുക അല്ലേ സുകന്യെ? അവ വന്നിട്ട് പറയാ ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് തന്നെ പോവാണ്. ഞാൻ എൻ്റെ അമ്മ ആരെ കുഞ്ഞുണ്ണി പൊന്നൂസല്ലേ, ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. എൻ്റെ അമ്മായിയുടെ സുകന്യക്ക് നല്ലൊരു കളിയൊക്കെ നടക്കുന്നത് കുഞ്ഞുണ്ണിന്റെ അടുത്താണ്. നേരെ പറഞ്ഞ കുഞ്ഞിന്റെ അടുത്ത് നടക്കില്ല. കുഞ്ഞിന്റെ അടുത്ത് വല്ലാണ്ട് കളി നടക്കില്ല. കുഞ്ഞിനെ അതിന് ഇങ്ങോട്ട് വേദനിച്ച് അങ്ങോട്ട് കൊടുക്കേ. അതാ അപ്പോൾ സുകന്യെ അമ്മുട്ടി ഇല്ലാണ്ട് എന്തോ പോലെ തോന്നില്ലേ? അമ്മ ഇല്ലാണ്ട് എന്തോ പോലെ തോന്നുക. വീട്ടിൽ ആരൊക്കെ ഉണ്ടായാലും എൻ്റെ കുട്ടി ഇല്ലാണ്ട് എന്തോ പോലെ ചെയ്. പെണ്ണ എവിടെയെങ്കിലും പോയി എന്താ ചെയ്യാ? എവിടേക്കൊക്കെ പോകേണ്ട മക്കളാണ്. ഇക്കില്ലേ ഇവരാര്
എനിക്ക് ഇവരാരും വിട്ടു നിൽക്കാനേ പറ്റില്ല കേട്ടോ. ആരും കുട്ടികളെ ആരും ഇപ്പോൾ കുഞ്ഞുണ്ണിയാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിക്കും അവളോട് എന്താ ചെയ്യുന്നത് ചോദിക്കും. എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ്. നമ്മൾ അവരടുത്തുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. എപ്പോഴും എൻ്റെ അമ്മ പറയും അങ്ങനെ മക്കളെ ഇതാക്കാൻ പാടില്ല. പക്ഷേ അതൊക്കെ നമുക്കറിയാം. എന്നാലും മനസ്സിലൊരു എന്തോ പോലെ അല്ലേട്ടാ. നമുക്ക് തോന്നണ്ടേ എപ്പോഴും കാര്യം നമുക്ക് മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. എന്താണ് എന്ത് കരയണ്ട. മുന്നൂസം എന്താ കട്ടീൻ്റെ കുട്ടീനെ വികൃതി അടിച്ചോ? അവൻ നമുക്കില്ലേ ഇരുട്ടത്ത് വെളിച്ചത്ത് മാമ കൊടുത്തിട്ട് ഇരുട്ടത്ത് കടത്തി ഓർക്കാം കേട്ടോ. കേട്ടോ ആ അവനെ നാളല്ലേ വെളിച്ചത്ത് മാമ കൊടുത്തിട്ട് ഇരുട്ടത്ത് കടത്തി ഓർക്കണം. എന്താപ്പം അത് എൻ്റെ കുട്ടീനെ മാത്രം തല്ലാനായി. നല്ല വികൃതി അടിക്കുന്ന കുഞ്ഞുണ്ണീനെ അത് ഒരു പാവായതും കൊണ്ടൊക്കെ സഹിക്കും എല്ലാവരുടെയും. വാവയ്ക്ക് എന്തെങ്കിലും കളിക്കാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാവിന് കിട്ടിയേ പറ്റൂ. പൊന്നൂസിന് അത് കിട്ടിയേ പറ്റൂ. അത് വാവിടെ അടുത്ത് വാങ്ങുക. വാവിടെ മാല കിട്ടാൻ വേണ്ടിയിട്ട് കളിച്ച കളി കണ്ടില്ലേ? എന്താ വന്ന ദേഷ്യം. എന്നിട്ട് മാല എവിടെ? നമ്മുടെ ഇവിടെ 3 ഏക്കറിൽ നമ്മൾ നാള് പോയില്ലേ, ആ ഭാഗത്തെ പുലി ഇറങ്ങി. ഇത്രയും നമ്മൾ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം കേട്ടോ നീ കൂട്ടാൻ അങ്ങോട്ട് കൊണ്ടുവച്ചല്ലോ കേട്ടോ. മീൻ വറുത്ത് തരാം. കൂട്ടാനും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ. അയ്യോ ഇത്ര വെള്ളം കുടിക്കാൻ പാടില്ല. ഉണ്ടാക്കിയോ? അതിനുള്ള ടെക്നിക്ക് ഉണ്ടല്ലോ. 2 ചട്ടി എടുക്കുക, എന്നിട്ട് അതിൽ നിറച്ച് വെള്ളാക്കുക, വെക്കുക. 24 മണിക്കൂർ ചിരട്ടയില് വെള്ളാക്കിയിട്ട് അപ്പൊ അപ്പൊ നമ്മുടെ റൂമില് ഒരു ചെറിയ ഉള്ളില് വെള്ളം വെച്ചിട്ട് അതില് ഈ 2 ചിരട്ട ഐസിലോട്ടില്ലേ 2 ചിരട്ട. അത് നീ ആരോട് പറയണത്? ഈ ടെക്നിക്ക് ഏതോ കാലത്ത് അനിയേട്ടൻ കിണ്ണത്തില് ഫ്രീസറിൽ വെച്ചിട്ട് ചെയ്തോളൂ. ഏതോ കാലത്ത് ഏട്ടാ ഈ ടെക്നിക്ക് എന്നോ ഏതോ കാലത്ത് അനിയേട്ടൻ അവിടെ ഇരിക്കുമ്പോ ചെയ്തോളൂ. തുരുമ്പ് പിടിച്ചതാണ് ഇതൊക്കെ. അനിയേട്ടൻ കിണ്ണത്തില് ഐസ് വെക്കും. രാവിലെ പോകുമ്പോ പണിക്ക് പോകുമ്പോ ഐസ് വെച്ചിട്ട് പിന്നെ വൈകുന്നേരത്ത്. പക്ഷെ കുട്ടികളുള്ളടത്തില്ലേ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, കുട്ടികൾക്ക് അടി കിട്ടും. കുട്ടികൾക്ക് ജലദോഷം പെട്ടെന്ന് പിടിക്കും. തല്ലി കളിക്കരുത്. തല്ലി കളിച്ചാൽ ഞാനും കൂടും കളിക്കാൻ. ഇങ്ങനെ പുറണ്ട് തല്ലി പിടിക്കും. കുട്ടിയാവും ഞാൻ. പിന്നെ നീ മാത്രം കുട്ടി, ഞാനും കുട്ടി തന്നെയാണേ. അത് ശരി. എന്താ ഇതൊക്കെ അല്ലേ ഏട്ടനൊക്കെ ഏത് കാലത്ത് ചെയ്യാൻ തുടങ്ങിക്കണു പറഞ്ഞാ കോഴിക്കോട് നിന്ന് ഒരു പ്രാവശ്യം വന്നപ്പോ ചെയ്യാൻ തുടങ്ങിയ പണിയാണ് ലേട്ടത്. ഈ ആരോട് വേണമെങ്കിലും ഐഡിയ പറഞ്ഞോ. ഐഡിയ അതേപോലെ പിന്നെ അത് മാത്രമൊന്നല്ല ഏട്ടൻ ചെയ്തിരുന്നത്. ഈ റൂമിന്റെ അവിടെ നമ്മുടെ എക്സോ ഫാനാണ് കേട്ടോ. ഈ ജനലിന്റെ ഇവിടെ നിന്ന് വരുന്ന കാറ്റ്, പുറത്തുനിന്ന് വരുന്ന കാറ്റ് ഉള്ളിക്ക് കയറാൻ വേണ്ടിയിട്ട്, ഉള്ളിലത്തെ കാറ്റ് പുറത്തേക്ക് വരാൻ, അങ്ങനെയുള്ള ഇതാ കണ്ടോ അവിടുത്തെ ഫാന്. അപ്പം അങ്ങനെയാണ്. അതിൽ നിന്നിട്ട് കാറ്റ് കമ്മിയാകുമ്പോൾ ഏട്ടൻ എന്താ ചെയ്യാന്നറിയോ, നല്ല നനച്ചിട്ട് തോർത്താണ്ട് കൊണ്ടുവന്നിടും. എന്തൊക്കെ ചെയ്തിറക്കണു പറഞ്ഞിട്ടാ. ഇപ്പൊ ആൾക്കാരുടെ വീട്ടിലില്ലേ AC ആർഭാടല്ല കേട്ടോ. AC ആവശ്യമാണ്. സുഖമായിട്ട് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ AC വേണം. സത്യം. ലോണ് ആൾക്കാർ പറയണ പോലെ ഇപ്പോൾ ലോൺ എടുത്തിട്ടാണ് ചില കുടുംബശ്രീയിൽ ലോൺ എടുത്തിട്ടും കൂടി ആൾക്കാർ AC വാങ്ങുകയാണ് കേട്ടോ. കാരണം രാത്രി കടന്നുറങ്ങാൻ പറ്റണ്ടേ ലേട്ടാ. വീട്ടിൽ എല്ലാം ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് ഒട്ടുമിക്ക എല്ലാ വീട്ടിലും AC ആയി. AC ഇല്ലാത്ത വീടുകളില്ല. കാരണം അങ്ങനെ ചൂടാണ്. പിന്നെ നമ്മുടെ കൂളറെങ്കിലും വെക്കും. AC അധികം. കാരണം പടവിന് കിട്ടുന്നുണ്ടല്ലോ. വീട്ടുകൾ കൂടെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് AC വേണോ. AC അല്ല എന്ത് ഇലക്ട്രോണിക് സാധനങ്ങളും ലേട്ടാ. എന്തപ്പോ അത്ര ചൂടാണ്. എവിടുത്തെ ചൂട് തന്നെ ഇവിടെ വൈകുന്നേരത്ത് അനുഭവിക്കുന്നവർക്ക് തന്നെ അറിയും. അപ്പം നമ്മളില്ലേ ഇങ്ങനെ നിൽക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ മേല് മൊത്തം വിയർത്ത് കുളിക്കുകയാണ്. അപ്പം ഈ നമ്മൾ തറവാട്ടിലിപ്പോൾ ഭക്ഷണം
ചോറ് രാവിലെ നേരത്തെ ഒരു 7-7:30 ചോറ് വെക്കുക എന്നല്ലാതെ ഒന്നും അവിടെ ചെയ്യില്ല. പിന്നെ ഈ ഒരു സമയമാവണല്ലേ, ഇന്ന് നമ്മൾ അവിടെ ചെയ്യണമെന്ന് വിചാരിച്ചാട്ടോ. കുറേ പേർക്ക് നമ്മുടെ പുറത്തടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് മിസ് ചെയ്യണു പറഞ്ഞപ്പോൾ അപ്പം ഞാനെന്ത് വിചാരിച്ചെന്ന് പറയാം, അവിടെ ഈ കുന്തിട്ട് ഇരിക്കണ്ടല്ലോ, അപ്പം അത് വിചാരിച്ചു. അടി സുകന്യ, ഞാനിനി 4 മീനും കൂടി വറുത്തുതരാം. ഉറക്കം വരുന്നൊക്കെ ഏട്ടാ? എന്താണ് സുകന്യക്ക് ഉറക്കം വരും? സുകന്യക്കൊന്നും ഉറക്കല്ല. സുകന്യ അവിടെ പോയി കഴിഞ്ഞ് 2 സിനിമ, 6 കഥ, 10 കഥ അതൊക്കെ വായിച്ച് നേരം വെളുക്കാരാകുമ്പോഴേ കിടക്കും. ഉറങ്ങാനുള്ള സമയമില്ല സുകന്യക്ക്. തിരക്കാണ്. ഉച്ചയ്ക്ക് വായിക്കുക? ഞാൻ രാവിലെ കരയണ്ട അല്ലേ? അടുത്ത വള ഊരി കൊടുക്കും. കരയണ്ട. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞതും കൊണ്ട് മീൻകറിയായി, മീൻ വറുത്തതായി. അപ്പം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പപ്പുവിന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം ഇനി പപ്പൂട്ടന് ചോറ് കൊടുക്കാനുള്ളത് നോക്കട്ടെ. എല്ലാവരും കഴിക്കൽ കഴിഞ്ഞു. സോയിൻ്റെ പാത്രങ്ങൾ കഴിച്ചുകൊണ്ട് പാത്രം കഴുകലും കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞു അല്ലേട്ടാ. ഇനി മേല് കഴുകണം. പൊന്നു അത് വായിലിടല്ലോ. തമാശ കളിച്ചൊരു കാര്യത്തിലാവട്ടോ. പൊന്നു ഇട്ട് പറഞ്ഞു കേക്കടാ, നല്ല കുട്ടിയല്ലേ. നീ എന്തിനാ വള കൊടുക്കാന്നു? അങ്ങനെ കുട്ടികള് വേണമെന്ന് പറയും പോലെട്ടാ അവർ എടി ഇന്ത്യയിലുണ്ട് ഈ കുപ്പിവള പച്ച കളറുള്ളത്. മാക്രിച്ചക്കൻ തന്നെയാണത്. ഉള്ള വള ഫുള്ള് പൊട്ടിച്ചില്ലേ? വെറുതെ വറുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, കൊണ്ടാവുള്ളത് മാത്രം വറുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ചുക്കുവെള്ളത്തിന് വെള്ളം അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഇതങ്ങോട്ട് കൊണ്ടേ വെക്കട്ടെ. ഞങ്ങളുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഒന്നൊരു വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വിശേഷമായി. അത് ഇന്ന് തീരെ വൈകിയാണ് കേട്ടോ. ഇനി ഇതൊക്കെ അടച്ച് വെച്ച് ചുക്കുവെള്ളത്തിനുള്ള പൊടി ഇട്ട് വെക്കട്ടെ. എന്നാൽ രാവിലെ അനിയേട്ടനെ പോകുമ്പോഴേക്കും വെള്ളം അത് അവിടെ കിടന്ന് തിളച്ചോടുമല്ലോ. ഇന്ന് ചുക്കുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കറി അങ്ങോട്ട് കൊണ്ടുവച്ച് നമ്മുടെ പപ്പൂട്ടിന് വെള്ളം കൊടുത്ത്, പപ്പൂട്ടിന് ചോറ് കൊടുത്ത്, പപ്പൂട്ടിനെ കൂടെ നനച്ച് കൊടുക്കും കേട്ടോ. രാത്രിയിൽ ഫുൾ നനച്ച് കൊടുക്കും അവനെ. അപ്പോൾ അവന് ആ സുഖത്തിലൊന്ന് കിടക്കും. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ സുഖത്തിൽ കിടക്കുക, മൂപ്പരാൾ ഇങ്ങനെ ദുഃഖിച്ച് കിടക്കുമ്പോൾ നമുക്ക് ഒരു ഇടങ്ങാറില്ലേ. അപ്പോൾ നാളെ കാണാൻ പറ പൊന്നു, നാളെ കാണാം.